ബേസിക് മാത്സിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സർവ്വസമവാക്യങ്ങളാണ് പഠിക്കുന്നത്. സർവ്വസമവാക്യങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഐഡൻറ്റിറ്റീസ് എന്നാണ് പറയുക. മാത്സിൽ വാക്യങ്ങൾ എന്ന് പറയുക വാക്യങ്ങൾ സമവാക്യങ്ങളൊക്കെ ഉണ്ട്. x+3=5 എന്ന് പറയുന്നത് ഒരു ബീജഗണിത വാക്യമാണ്. ഇതിന് സമമുള്ളത് കൊണ്ട് സമവാക്യം എന്ന് പറയും, ചരമുള്ളത് കൊണ്ട് ബീജഗണിത വാക്യം എന്ന് പറയും. ഈ വാക്യത്തെ സമവാക്യം എന്നാണ് പറയുക. ഇങ്ങനെയുള്ള സമവാക്യങ്ങൾ, ഈ സമവാക്യത്തിനകത്ത് ഈ ചരത്തിന് നമുക്ക് ഏത് വിലയും കൊടുക്കാം. ഇപ്പോൾ 1 കൊടുക്കാം, 1+3=5, ഇത് സത്യമല്ല, അസത്യമാണ്. 2 കൊടുത്താൽ 2+3=5, ഇത് സത്യമാണ്. 3 കൊടുത്താൽ 3+3=5, ഇത് അസത്യമാണ്. ഇങ്ങനെ ഏത് വിലകളും കൊടുക്കാം. ചില വിലകൾക്ക് വാക്യം സത്യവാക്യമായിട്ട് മാറും. എന്നാൽ സർവ്വസമവാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് എല്ലായ്പ്പോഴും സത്യമായി എന്നാൽ സദാസത്യവാക്യങ്ങളാണ്. ഈ സദാസത്യവാക്യം ഏത് വില കൊടുത്താലും ആ വാക്യം സത്യമായിരിക്കും. അത്തരത്തിലുള്ള വാക്യങ്ങളെയാണ് സർവ്വസമവാക്യങ്ങൾ എന്ന് പറയുക. ഉദാഹരണത്തിന് a×b+c = ab + ac, ഇതൊരു സർവ്വസമവാക്യമാണ്. എന്തുകൊണ്ട് ഉദാഹരണത്തിന് എക്ക് 2 കൊടുത്തു, ബിക്ക് 3 കൊടുത്തു, b = 3 കൊടുത്തു, c = 6 കൊടുത്തു, ഇങ്ങനെയൊക്കെ കൊടുത്തു എന്ന് കരുതുക. അപ്പോൾ a×2×b+c 3 6 9 a×b 2×3 6 പ്ലസ് a×c 2×6 12 20 18 6 12 18. അപ്പോൾ 18 = 18 എന്ന് കിട്ടുന്നു. അപ്പോൾ ഈ വാക്യം സത്യമാണ്. ഇങ്ങനെ എക്കും ബിക്കും സിക്ക് ഏത് വില കൊടുത്താലും വാക്യം സത്യമാകുന്നുണ്ട്. ഈ വാക്യത്തെ ഒരു സദാസത്യവാക്യം എന്ന് പറയും. ഇത് നിത്യജീവിതത്തിൽ ഇത് നമുക്ക് ധാരാളം ഗുണം ചെയ്യുന്നത് കൊണ്ട് ഇതൊരു സർവ്വസമവാക്യമായിട്ട് നമ്മൾ ഇതിനെ പറയുന്നു. നിത്യജീവിതത്തിൽ ഉപകാരപ്പെടുന്നത് എന്തുകൊണ്ട് ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ പോലും വളരെ എളുപ്പത്തിൽ, പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ആൾക്കാർ പോലും ചില കണക്കുകൾ വളരെ എളുപ്പത്തിൽ ചെയ്യുന്നുണ്ട്. ഒരു ഉദാഹരണത്തിന്, ഒരു മതിൽ കെട്ടുന്നതിന് വേണ്ടി 105 കല്ലുകൾ വേണം. ഒരു കല്ലിന് 32 രൂപ നിരക്കിൽ എത്ര ചിലവ് വരും എന്ന് ചോദിച്ചാൽ ചില ആൾക്കാർ വളരെ എളുപ്പത്തിൽ അവരതിന് ഉത്തരം പറയും. അവരിങ്ങനെയാണ് കണക്ക് കൂട്ടുക: 100 കല്ലിന് 32 വെച്ചിട്ട് 3200, 5 കല്ലിന് 32 വെച്ചിട്ട് 160. അപ്പോൾ ടോട്ടൽ എത്രയായി? 3360 എന്ന് കിട്ടുമായിരിക്കും. അപ്പോൾ ഇങ്ങനെ എളുപ്പത്തിൽ അവർ വളരെ വേഗത്തിൽ കണക്കുകൾ ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ സർവ്വസമവാക്യത്തിൻ്റെ ഉപയോഗവും. സർവ്വസമവാക്യം എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ ക്രിയ ചെയ്യുന്നതിന് വേണ്ടി, നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് വളരെ എളുപ്പത്തിൽ ക്രിയ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവർ യഥാർത്ഥത്തിൽ ചെയ്തത് 105നെ 100 + 5 എന്നെഴുതി 32നെ പുറത്തെഴുതി. 32×100 32×105നെ 32×100 + 5 എഴുതി. 32×100 + 32×5 32×100 3200 ആയി. പ്ലസ് ഈ 32നെ വീണ്ടും ചിലപ്പോൾ അവർ 30 5ഉം 2 5ഉം ആക്കി മാറ്റിയിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെ 160 കിട്ടി. 3200 160 3360 എളുപ്പത്തിൽ ഉത്തരം കിട്ടും. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ 32 105 കൂടി എഴുതി കുടിക്കുന്നില്ല, ഉത്തരം നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്നു. അപ്പോൾ ഇങ്ങനെ എളുപ്പത്തിൽ ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർവ്വസമവാക്യങ്ങൾ ഉപയോഗിക്കുന്നത്. നാം അറിയാതെ, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ അറിയാതെ സർവ്വസമവാക്യം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ സർവ്വസമവാക്യം ഉപയോഗിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഉത്തരം കിട്ടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. മറ്റൊന്ന്, ഇതുപോലെ മറ്റൊരു സർവ്വസമവാക്യമാണ് a+b × c + d = ab + ac + bc ac + ad + bc + bd. a c കൊണ്ട് ഗുണിച്ചു ac, a d കൊണ്ട് ഗുണിച്ചു ad, ba c കൊണ്ട് ഗുണിച്ചു bc, ba d കൊണ്ട് ഗുണിച്ചു bd. ഇപ്പോൾ ക്രമത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സർവ്വസമവാക്യമായിട്ട് മാറി. ഇത് നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് ഇത് ഉപകാരപ്രദം. ഉദാഹരണത്തിന് 42 ഗുണിക്കണം 53 ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്താൽ എളുപ്പത്തിൽ 40 + 2 എന്ന് എഴുതി, 53നെ 50 + 3 എന്ന് എഴുതി. ഇനി എന്ത് ചെയ്യണം? ഇത് ഓരോന്നോരോന്ന് ഗുണിക്കണം. 40 50 200 പ്ലസ് 40 3 120 പ്ലസ് 2 50 100 പ്ലസ് 2 3 6. ഇതെല്ലാം കൂടി കൂട്ടിയാൽ ഉത്തരമായി 200 120 320 320 120 420 420 6 426 ഉത്തരം കിട്ടി. അപ്പോൾ എളുപ്പത്തിൽ ഇതിൻ്റെ ഉത്തരം നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്നു. ക്രിയ ചെയ്യാതെ തന്നെ, ഗുണനക്രിയ ചെയ്യാതെ തന്നെ നമുക്ക് അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളതാണ് ഈ സർവ്വസമവാക്യത്തിൻ്റെ മേന്മ. ഇനി മറ്റൊരു സർവ്വസമവാക്യം നമുക്ക് നോക്കാം. a+b² നമ്മൾ കേട്ടിട്ടുണ്ട്. a+b² = a കൂട്ടണം b² = a² + 2ab
പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ രണ്ട് സംഖ്യകളുടെ തുകയുടെ വർഗ്ഗം സമം ആദ്യത്തേതിൻ്റെ സ്ക്വയർ കാണുക, രണ്ടും കൂടി ഗുണിച്ചതിൻ്റെ ഇരട്ടി എടുക്കുക, എന്നിട്ട് രണ്ടാമത്തേതിൻ്റെ സ്ക്വയർ എടുക്കുക. ഇങ്ങനെ വന്നാൽ ഇതൊരു സർവ്വസമവാക്യമാണ്. ഉദാഹരണത്തിന് 52ൻ്റെ സ്ക്വയർ കാണുമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇതിനെ എന്താക്കി മാറ്റിയത് 50 + 2ൻ്റെ സ്ക്വയർ എഴുതി. അപ്പോൾ 50ൻ്റെ സ്ക്വയർ 2500 50 രണ്ടും കൂടി ഗുണിച്ചത് 100 ആ 100ൻ്റെ ഇരട്ടി 200 പ്ലസ് രണ്ടാമത്തതിൻ്റെ സ്ക്വയർ 2ൻ്റെ സ്ക്വയർ 4 അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയാൽ 2500 200 കൂട്ടിയാൽ 2700 2700 4 കൂടി കൂട്ടിയാൽ 2704 ഉത്തരം കിട്ടി. നമ്മൾ യഥാർത്ഥത്തിൽ 52 ഗുണിക്കണം 52 എഴുതി ഗുണിക്കാതെ വളരെ എളുപ്പത്തിൽ മനക്കണക്കായിട്ട് ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം. അപ്പോൾ 52ൻ്റെ സ്ക്വയർ 50 + 2 ഹോൾ സ്ക്വയർ എഴുതി, ആദ്യത്തേതിൻ്റെ സ്ക്വയർ എഴുതി, രണ്ടും കൂടി ഗുണിച്ചിട്ട് അതിൻ്റെ ഇരട്ടി എടുത്തു, രണ്ടാമത്തേതിൻ്റെ സ്ക്വയർ എഴുതി, എല്ലാം കൂടി മനക്കണക്കായിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഉത്തരം കിട്ടും. ഇനി പ്ലസ്സിന് പകരം മൈനസ് ആണെങ്കിലും ഇവിടെ മൈനസ് ഇട്ടാൽ മതി, മറ്റ് വ്യത്യാസമൊന്നുമില്ല. a - b ഹോൾ സ്ക്വയർ സമം a² - 2ab + b² ആണ്. ഉദാഹരണത്തിന് 58ൻ്റെ സ്ക്വയർ ആണ് കാണുന്നതെങ്കിൽ ഇതിന് നമ്മൾ 60 കുറക്കണം 2 സ്ക്വയറിന് എഴുതും, എന്നിട്ട് 60ൻ്റെ സ്ക്വയർ 3600 എഴുതി, 60 രണ്ടും കൂടി ഗുണിച്ചാൽ 120, 120ൻ്റെ ഇരട്ടി 240 എടുത്തു, പ്ലസ് 2ൻ്റെ സ്ക്വയർ 4 എടുത്ു. അപ്പോൾ 3600 240 കുറച്ചാൽ 3360 കിട്ടി, പ്ലസ് 4 വന്നു, 3364 വന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഉത്തരം വരും. 58ൻ്റെ സ്ക്വയർ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി സാധിച്ചു. ഇനി ഇതേപോലെ തന്നെ മറ്റൊരു സർവ്വസമവാക്യമാണ് x + a × x + b സമം x² + a + b × x + ab എന്ന് പറയുന്ന സർവ്വസമവാക്യം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ത് വരും? ഇത് ഏത് സന്ദർഭത്തിലാണ് ഉപയോഗിക്കുക? രണ്ട് ബ്രാക്കറ്റിനകത്ത് എക്സ് ഉണ്ട്, എക്സ് അല്ലാത്തതുണ്ട്. ഉദാഹരണം 52 ഗുണിക്കണം 53ൻ്റെ ഗുണനഫലം കാണണമെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ 50 കൂട്ടിയതിന് 50 കൂട്ടണം 2 × 50 കൂട്ടണം 3 എന്ന് എഴുതാം. സമം 50ൻ്റെ സ്ക്വയർ 2500 കൂട്ടണം 2 3 കൂടി കൂട്ടിയത് 5, 5 ഗുണിക്കണം 50 250 വന്നു, പ്ലസ് 23 6 വന്നു, 2 3 6. അപ്പോൾ ആദ്യത്തേതിൻ്റെ സ്ക്വയർ 50ൻ്റെ സ്ക്വയർ എഴുതി, രണ്ടിനകത്ത് 50 കൊണ്ട് 50 × 50 2500 എഴുതി, 50 അല്ലാത്ത 2 3 കൂടി കൂട്ടിയതിന് 50 കൊണ്ട് ഗുണിച്ചു, 2 3 കൂടി കൂട്ടിയാൽ 5, 5ന് 50 കൊണ്ട് ഗുണിച്ചാൽ 250, 3 2 6 കൂടി കൂട്ടി 2500 250 2750 2756 ഉത്തരം കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നമുക്ക് വളരെ വേഗത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടി കഴിയും. ഇനി മറ്റൊരു സർവ്വസമവാക്യമാണ് a + b × a - b സമം a² - b². അങ്ങനെ a² - b² സമം a + b × a - b, a + b × a - b. ഇത് മറ്റൊരു സർവ്വസമവാക്യമാണ്. a + b × a - b സമം a² - b² തിരിച്ചും പറയാം. a + b × a - b സമം a² - b² തിരിച്ചു പറയാം. ഉദാഹരണത്തിന് 62 ഗുണിക്കണം 58, ഇതിന് നമുക്ക് 60 + 2 × 60 - 2 എന്ന് എഴുതാം. 60 + 2 × 60 - 2 എന്ന് എഴുതാം. 60 + 2 × 60 - 2 എന്ന് എഴുതാം. 62 60 + 2 58 60 - 2. അങ്ങനെ വരുമ്പോൾ ആദ്യം 60ൻ്റെ സ്ക്വയർ പറയും. 60ൻ്റെ സ്ക്വയർ 3600 കുറക്കണം 2ൻ്റെ സ്ക്വയർ, ഇവിടെ മൈനസാണ്, a² - b² ആണ്. അപ്പോൾ 2ൻ്റെ സ്ക്വയർ 4 എഴുതി. അപ്പോൾ 3600 4 കുറച്ചാൽ 3596 വരും ഉത്തരം. 3596 ആണ് 62 × 58ൻ്റെ ഉത്തരം. എഴുതി ഗുണിക്കാതെ തന്നെ വളരെ വേഗത്തിൽ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാനുള്ള ഒരു ഷോർട്ട് കട്ടായിട്ട് ഈ സർവ്വസമവാക്യം നമുക്ക് ഉപയോഗിക്കാമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത് തിരിച്ചും ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ തിരിച്ച് നമുക്ക് ഉപയോഗിക്കാം. ഇതിനെ തിരിച്ച് ഇങ്ങോട്ട് പറഞ്ഞാൽ ഉദാഹരണത്തിന് 55 സ്ക്വയർ കുറക്കണം 45 സ്ക്വയർ എത്ര? അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചെയ്യുക, 55ൻ്റെ സ്ക്വയർ എഴുതി ഗുണിച്ച് നോക്കും, 45ൻ്റെ എഴുതി ഗുണിച്ച് നോക്കും, എന്നിട്ട് സ്ക്വയർ കുറക്കുക ചെയ്യുക. അപ്പോൾ അങ്ങനെ കുറക്കുന്നതിന് പകരം ഇതെന്ത് ചെയ്താൽ മതി? 55 പ്ലസ് ഈ സ്ക്വയർ ഒഴിവാക്കിയിട്ട് പ്ലസ് ഇട്ടിട്ട് ഒരു ബ്രാക്കറ്റിൽ എഴുതുക, സ്ക്വയർ ഒഴിവാക്കിയിട്ട് മൈനസ് ഇട്ടിട്ട് രണ്ടാമത്തെ ബ്രാക്കറ്റിൽ എഴുതുക. അപ്പോൾ എന്തായി? 55 + 45 100 ഗുണിക്കണം 55 - 45 10. ഇത് രണ്ടും കൂടി ഗുണിച്ചാൽ 1000 ഇതിൻ്റെ ഉത്തരം കിട്ടും. അപ്പോൾ 55 സ്ക്വയർ 45 സ്ക്വയർ കുറച്ചാൽ ഉത്തരം 1000 കിട്ടും. അപ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ക്രിയയും ചെയ്യാതെ ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഈ സർവ്വസമവാക്യങ്ങൾ നമുക്ക് ഉപയോഗപ്രദമാണ് എന്നാണ് സൂചിപ്പിച്ചത്.
ഇപ്പോൾ സർവ്വസമവാക്യങ്ങൾ എന്നുള്ളതുകൊണ്ട് എല്ലായ്പ്പോഴും ശരിയായിരിക്കുന്ന വാക്യങ്ങളാണ്, ഏത് വില കൊടുത്താലും ശരിയാവുന്ന വാക്യങ്ങളാണ്. അത് നമ്മുടെ നിത്യജീവിതത്തിൽ വളരെയധികം ഉപകാരപ്രദമാണ് സർവ്വസമവാക്യങ്ങൾ എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ കാര്യം. അതുകൊണ്ട് സർവ്വസമവാക്യങ്ങൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് വളരെയധികം ഉപകാരപ്രദമായിട്ടൊരു കാര്യമാണ്. അടിസ്ഥാന ആശയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് സർവ്വസമവാക്യം എന്നുള്ളത് ഓർക്കുക.